കുറേ നാളായി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നേ ഒരു സിനിമ വോയിസ് ഓവർ ചെയ്യണമെന്നുള്ളത്. 1 സമയം കിട്ടിയില്ല, 2 അതിൻ്റെ റിസ്ക്, 3 നല്ലൊരു സിനിമ. ഞാൻ പ്രാധാന്യം കൊടുത്തത് കോളേജ് സ്റ്റുഡൻസിൻ്റെ സിനിമയ്ക്കായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ മിഡ് നൈറ്റ് റണ്ണേഴ്സ് എന്നൊരു സിനിമ ഞാൻ കാണാനിടയായത്. 2017 ഈ സിനിമ റിലീസായത്. 2 പയ്യന്മാരുടെ കഥയാണ്. സെയിം സ്വഭാവങ്ങളുള്ള 2 പയ്യന്മാർ. ഇവർ രണ്ടുപേരും ഒരു പോലീസ് അക്കാഡമി പഠിക്കാൻ പോവുകയും അവിടെ കാണിക്കുന്ന കുറേ കുസൃതികളും അതിനോടൊപ്പം അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാനായി ഇറങ്ങിത്തിരിഞ്ഞ രണ്ടുപേരും എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഈ സിനിമയിൽ പറയുകയാണ്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് തന്നെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല ത്രില്ലിംഗ് ആയിട്ട് ഇരുന്ന് കണ്ടുപോകും. അപ്പോൾ ആരും തന്നെ മിസ്സാക്കരുത്. കൂടെ നിങ്ങളുടെ സപ്പോർട്ടും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വലിച്ചു നീട്ടാതെ തന്നെ കഥയിലേക്ക് കിടക്കാം. 2017 റിലീസായ മിഡ് നൈറ്റ് റണ്ണേഴ്സ് സിനിമ തുടക്കം എങ്ങനെയാണ്? കൊറിയൻ നാഷണൽ പോലീസ് അക്കാഡമി, അതുപോലെ തന്നെ അവിടെ കുറേ പിള്ളേരും അവരുടെ പാരൻസും ഒക്കെ ഇരിക്കുന്ന ഒരു മീറ്റിംഗ് ഹാൾ. സ്റ്റേജിലേക്ക് ഒരു ലേഡി ഓഫീസർ കയറി വരുന്നു. ഇവരാണ് ഈ സിനിമയിലെ പവർഫുള്ളും സ്ട്രിക്റ്റും ആയ ലേഡി ഓഫീസർ. ഇവരാണോ ഈ സിനിമയിലെ നായിക എന്ന് ചോദിച്ചാൽ അല്ല. എന്തെന്നാൽ 2 നായകന്മാരാണ് ഈ സിനിമയിലുള്ളത്. ആ ലേഡി ഓഫീസർ വന്ന് പറയുകയാണ്, എല്ലാ പേരുടെയും ശ്രദ്ധയ്ക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റുഡൻസൊക്കെ അവരുടെ മുടി വെട്ടി അവരവരുടെ റൂമിലേക്ക് പോകണമെന്നും അവസാനമായി നിങ്ങളുടെ പാരൻസിനോട് ബൈ പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ പേരൻസും മക്കളോട് ബൈ പറയുന്ന ടൈമിലാണ് നമ്മുടെ സിനിമയിലെ ഫസ്റ്റ് ഹീറോയെ കാണിക്കുന്നത്. അവനെ കാണാനൊരു മുടിയനെന്ന് വെച്ചാൽ തലയിൽ നല്ല മുടിയോട് കൂടിയാണ്. അവന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവൻ്റെ അമ്മ നമ്മുടെയൊക്കെ അമ്മമാരെ പോലെ തന്നെ ഭക്ഷണം നന്നായി കഴിക്കണം, രാത്രി തണുപ്പത്ത് തുടങ്ങി നടക്കരുത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ വീട്ടിലേക്ക് വരണം കേട്ടോ എന്നും പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. ഇവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന സമയം അപ്പുറത്തൊരു അച്ഛൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ മോനാണ് നമ്മുടെ സെക്കൻഡ് ഹീറോ കണ്ണാടി. അച്ഛൻ അവനെ നോക്കി ചോദിക്കുകയാണ്, നീ ആർക്കാ മെസ്സേജ് ഇടുന്നത്? നമുക്കൊന്ന് കെട്ടിപ്പിടിച്ചൂടെ? ഇത് അവസാനമല്ലേ എന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവൻ തലയാട്ടി കാണിക്കുകയാണ്. അവർ നമ്മൾ കെട്ടിപ്പിടുത്ത ബന്ധമൊന്നുമില്ല. പക്ഷേ അവൻ്റെ അച്ഛൻ്റെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു പാവം ഫീൽ. അങ്ങനെ ബൈ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അച്ഛൻ തംസോ പറഞ്ഞിട്ട് നീ എൻ്റെ അഭിമാനമാണ് എന്ന് പറയുന്നു. അവനൊന്നും പറയാതെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടോ, തണുപ്പാണ്, കെയർഫുള്ളായി തിരിച്ചു വെക്കോ എന്ന് പറഞ്ഞവൻ അകത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ലേഡി ഓഫീസർ അറ്റൻഷൻ സ്റ്റാൻഡിറ്റീസ് ഓൾ ടേൺ അറൗണ്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ചാൻസ് പാരൻസിനെ നോക്കി ഒരു സല്യൂട്ട് ചെയ്യാൻ പറയുന്നു. സല്യൂട്ട് ചെയ്ത് കുട്ടികളെല്ലാം മാർച്ച് ചെയ്ത് പോവുകയും ചെയ്തു. പാരൻസ് എല്ലാവരും ബൈ പറഞ്ഞു. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ കട്ടിംഗ് ആണ്. എല്ലാവർക്കും പോലീസ് മിലിറ്ററി കട്ട് ചെയ്യാണ്. ഹെയർ കട്ട് ചെയ്യുന്ന സമയം നമ്മുടെ ഹീറോ മുടിയൻ വളരെ ദയനീയമായി പറയാണ്, ഒരുപാട് കുറയ്ക്കണ്ട, കഷ്ടപ്പെട്ട് വളർത്തിയാണ്, ഇച്ചിരി ബാക്കി വെച്ചേക്കണേ. എന്നാൽ ആ മുടി നന്നായി കട്ട് ചെയ്ത് അവനൊരു കോലത്തിലാക്കുകയാണ്. ഈ സമയം ഇവനെ നോക്കി നമ്മുടെ കണ്ണാടി ചക്ക നിൽപ്പുണ്ടായിരുന്നു. പരസ്പരം കാണുകയും അവൻ്റെ ഇളി കാണുമ്പോൾ അവൻ എന്തോ ചീത്ത പറയുന്നുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങുന്നു ഇവരുടെ കലിപ്പ്.